ഫ്രഞ്ച് വിപ്ലവം തകർത്തു തരിപ്പണമാക്കിയെന്ന് കരുതിയ ഫ്രാൻസിലെ കത്തോലിക്ക സഭയിൽ നിന്ന് പ്രേഷിത പ്രവർത്തനത്തിന്റെ മധ്യസ്ഥയും വേദപാരംഗതയുമായ ഒരു വിശുദ്ധ പുഷ്പം വിരിയാൻ ദൈവം തിരുവുള്ളമായി. ഈ കുഞ്ഞു പുഷ്പം നന്നേ ചെറുപ്പം മുതൽ തന്നെ ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താകാൻ തന്നെ സമർപ്പിച്ചു. പ്രായമെത്തുന്നതിന് മുമ്പേ തന്നെ കർമ്മലയിലേക്കുള്ള തന്റെ വിളി തിരിച്ചറിഞ്ഞ അവൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് സന്യാസ ജീവിതം ആഞ്ഞു പുലുകി. അങ്ങനെ ലൂയി മാർട്ടിന്റെയും സെലിഗ്വരിന്റെയും ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ അഞ്ചാമത്തെ സന്യാസ പുഷ്പമായി അവൾ മാറി. ദൈവകരങ്ങളിൽ ദൈവഹിതം പൂർത്തിയാക്കാൻ സമ്പൂർണമായി വിട്ടുകൊടുക്കുക എന്നതായിരുന്നു ആ ജീവിതത്തിന്റെ വിജയരഹസ്യം. ക്ഷയരോഗം പിടിപെട്ട് അവശയായി കിടക്കുമ്പോഴും ആത്മാക്കളെ നേടുക എന്ന വലിയ ആഗ്രഹം അവൾ പൂർത്തീകരിച്ചിരുന്നു. എന്റെ സ്വർഗജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനു വേണ്ടി വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ചെറുപുഷ്പം തന്റെ 24-ാമത്തെ വയസ്സിൽ ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് മരണത്തെ ആഞ്ഞു പുൽകി. കരുണാർദ്ര സ്നേഹത്തിന്റെ ഗീതികൾ പാടി സ്വർഗത്തിലേക്ക് പറന്നുയർന്ന ആ വാനം പാടിയോടൊപ്പം നമുക്കും ഈ തിരുനാൾ ദിനത്തിൽ ഏറ്റുപറയാം: കാരുണ്യവാനായ ദൈവം നമ്മെ നയിച്ച വഴികൾ എത്രയോ കൃപാസമൃദ്ധം. ആമേൻ.